Hi, this message for singles. First card, death card. Okay. ഞാൻ സിംഗിൾസിന് വേണ്ടിയിട്ട് ആ വീഡിയോസ് എടുത്തെങ്കിലും ഇവിടെ വന്നിട്ടുള്ള മിക്കവരും ഇല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന മിക്കവരും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള ആൾക്കാരാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ബ്രേക്കപ്പിലോട്ട് പോകുന്ന ആൾക്കാരായിട്ടും തോന്നുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് ഗോ. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു ടൈം നിങ്ങൾക്കായിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിലെ ഈ ബാഗേജും ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. സോ ചേഞ്ച് ആവേണ്ട ടൈം ആയിട്ടുണ്ട്, ചേഞ്ച് ആവാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. ഓക്കെ, പാസ്റ്റിലെ കംപ്ലീറ്റ്ലി വിടുക. പാസ്റ്റ് കാര്യങ്ങൾ പാസ്റ്റ് തന്നെയാണ്. സോ അത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്കൊരു നല്ലൊരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അത്യാവശ്യവുമാണ്. സെക്കൻഡ് കാർഡ്. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും ആ ഒരു പാസ്റ്റ് കാര്യങ്ങൾ സ്റ്റക്ക് മീൻസ് നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്ക് എന്നല്ല, അതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ഇത് എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും ഒരു മെയിൽ ഓർ ഫീമെയിൽ ആരായാലും ആയിക്കോട്ടെ. ഓക്കെ, ആ ഒരു വ്യക്തി തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഇന്ന രീതിയിൽ ഇതാക്കാം എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം. സോ ഒരു ചേഞ്ചിന് ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റ് കംപ്ലീറ്റ്ലി വിടിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ലൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലൈഫിലോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ പൊക്കോ. പക്ഷെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക, ട്രാൻസ്ഫോർമേഷന് തയ്യാറാകുക. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ വാവ്, ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. വളരെ സ്റ്റേബിളായിട്ട്, വളരെ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, കരിയർ വൈസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും സ്റ്റേബിളായിട്ടുള്ള വളരെ നല്ലൊരു പാർട്ട്ണറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വളരെയധികം ഏസ് ഓഫ് പെൻഡക്കിൾസ്, വളരെയധികം ഫോർച്യൂൺസ് ഒക്കെയുള്ള വളരെ നല്ലൊരു പാർട്ട്ണറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. യെസ്, പേജ് ഓഫ് കപ്സും കൂടെയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. വളരെ യങ് ആയിട്ടുള്ള, വളരെ വളരെ എന്താ പറയുക, വളരെ യങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. വളരെയധികം അട്രാക്ഷൻസ് നമുക്ക് തോന്നും. ഈ ഒരു എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പ്രപ്പോസൽസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ, ഈ ഒരു ചേഞ്ചിന് നിങ്ങൾ റെഡി ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ വരുള്ളൂ. എന്തെങ്കിലും ഒരു മെസ്സേജസ് ആയിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ മാതിരി ഒരു കോൾ, മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക്, ഒരു ലവ് പ്രപ്പോസൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ റെഡി ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആക്ച്വലി നിങ്ങൾ കണ്ണ് തുറക്കാൻ ടൈം ആയിട്ടുണ്ട്. നിങ്ങളിപ്പോഴും ഈ ഒരു ഇതിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കേണ്ടി വരും. ഓക്കെ, വാവ്, ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ. ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലീസ് എത്രയും പെട്ടെന്ന് ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഗോയിങ് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇതിനകത്തുനിന്ന് പുറത്ത് കിടന്നിട്ട്, ഈ ഒരു ചേഞ്ചിനകത്ത് പുറത്ത് കിടന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാർട്ട്ണറെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ വന്നോളും. റൈറ്റ് ടൈമിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വന്നിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കരിയറിലും കാര്യങ്ങളിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരും. ഒരിക്കലും നമ്മൾ ലവ് ചേസ് ചെയ്യാൻ പാടില്ല, അത് നമ്മളെ തന്നെ തേടി വരും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവുന്നത് ആ ഒരു ടൈമിൽ
അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്റർ ആയിക്കോളും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഒരിക്കലും ലവ് ചേസ് ചെയ്യരുത്. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ലവ് യുവർ സെൽഫ്. ദിസ് മെസ്സേജ് ഫോർ സിംഗിൾസ്. ആക്ച്വലി ദിസ് മെസ്സേജ് ഫോർ സിംഗിൾസ്, ബട്ട് എനിക്ക് സിംഗിൾസ് ആണ് ഇവിടെ വാച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരും ഇത് വാച്ച് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല സ്മൂത്ത് ഗോയിങ് ആവാത്ത റിലേഷൻഷിപ്പിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, പുറത്ത് കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു നല്ല ടൈമാണ്. സോ പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് കിടക്കുക. സോ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വരും. ഡോണ്ട് വറി. സോ ദിസ് ഈസ് യുവർ മെസ്സേജ്. Thank you.